ക്യാമറയ്ക്ക് മുന്നിൽ നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞ് മൈക്കിന് പിന്നിൽ അദൃശ്യമായി കതറിട്ട് നിൽക്കുന്ന ചില അവതാരകരുണ്ട് നമ്മുടെ കേരളത്തിൽ. സ്വന്തമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ നട്ടല്ലോടെ ഒരു രാഷ്ട്രീയം പറയാനോ കഴിവില്ലാത്ത ഇന്നത്തെ കോൺഗ്രസിൻ്റെ ആകെയുള്ള പിടിവള്ളി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: അന്ത്യചർച്ചകളിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ വലതുപക്ഷ മാധ്യമ സിൻഡിക്കേറ്റ്. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഇവിടുത്തെ അവതാരകർക്ക് അത് ഫാസിസവും ജനാധിപത്യ ധ്വംസനവും. എന്നാൽ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇതേ ഏജൻസികൾ വരുമ്പോൾ ഈ അവതാരകർക്ക് അത് നീതിപീഠത്തിൻ്റെ പുണ്യകർമ്മം. എന്തൊരു ഇരട്ടത്താപ്പാണിത്! ഖനന മാഫിയകളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടുകളായും അല്ലാതെയും കോൺഗ്രസും UDFും വാങ്ങിക്കൂട്ടിയ കോടികളുടെ കണക്കുകൾ വരുമ്പോൾ ഇവിടുത്തെ അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ തൊണ്ടയിൽ വല്ലാത്തൊരു തടസ്സമാണ്. ആ സമയത്ത് അവർക്ക് ധാർമ്മികതയുടെ അസുഖം വരും. എന്നാൽ പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ മാത്രം ഇവരുടെ ഉറക്കം കെടും. എങ്ങനെയെങ്കിലും ഒന്ന് കരിവാരി തേക്കാൻ നുണക്കഥകളുടെ ഫാക്ടറികൾ തുറക്കും. മുഖ്യമന്ത്രി മിണ്ടുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി പറയേണ്ട ഡയലോഗുകൾ ന്യൂസ് റൂമിലിരുന്ന് പ്രോംപ്റ്ററിൽ നോക്കി വായിക്കുന്ന കോൺഗ്രസിൻ്റെ പെയ്ഡ് PR വർക്കർമാരെ ഈ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചിലരെങ്കിലും ബാക്കിയുണ്ട്. ഇതോ അക്രമം എന്നൊരു CPM നേതാവ് ചോദിച്ചത് എൻ്റെ സഹപാനലിസ്റ്റ് വിമർശിച്ചിരുന്നു. ഇതല്ല അക്രമം. ഞാൻ അക്രമത്തിന് 2 ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ, എൻ്റെ പാനലിസ്റ്റുകൾക്ക് മുന്നിൽ പറയാം. ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 2022 ജൂലൈ മാസം 21-ാം തീയതിയിലെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നു, ED സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിൻ്റെ ഭാഗമായി 2 കാർ കത്തിച്ചു കളഞ്ഞു. ഒന്ന് ED ഓഫീസിന് മുന്നിൽ ശാന്തിനഗറിലും മറ്റൊന്ന് ശേഷാദ്രിപുരം എന്ന് പറയുന്ന സ്ഥലത്തും 2 കാറുകൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അക്രമം ഇങ്ങനെയും ആകാം എന്ന് കാണിച്ചു തന്നത് കോൺഗ്രസ് ആണ്. 2022-ലാണ് EDയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി സോണിയാഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസുമായി കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് ചെയ്തത്. 5 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. 2022 തീർന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു, അതേ ദിവസം തന്നെ ബോംബെയിൽ ED ഓഫീസിൻ്റെ മതിലി ചാടിക്കടന്ന് അതിൻ്റെ ഗേറ്റിൻ്റെ ആ പൂട്ട് തകർത്ത് അതിനുള്ളിൽ പോയി അവിടെയുള്ള പ്രവർത്തകർ അന്ന് അവധി ദിവസമായിട്ട് പോലും സെക്യൂരിറ്റി ജീവനക്കാരനെ മറികടന്ന് ED കോമ്പൗണ്ടിലേക്ക് ട്രസ്പാസ് ചെയ്ത് കയറി പ്രതിഷേധം നടത്തി എന്നുള്ളതിന് അവിടെയും ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബോംബെയിലാണ്, ഒന്ന് ബാംഗ്ലൂരിലാണ്. പലയിടത്തും പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ അതൊരു വ്യാജ കേസാണെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അങ്ങനെ തന്നെയാണ് ഒടുവിൽ ആ വിധി വന്നതും. ആ സമയത്ത് പ്രതിഷേധിക്കുകയും കാറിന് തീ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അക്രമമല്ലാതാവുകയും ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ 7 മണിക്കൂറോളം ഒരു കേസുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ അവരുടെ നേതാവിനെ 7 മണിക്കൂർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ പ്രവർത്തകർ കാറിൻ്റെ ചില്ല് തകർക്കുന്നത് അക്രമമാവുകയും ചെയ്യുന്നത് അനീതിയാണ്. ഇനി CPM പ്രതിരോധത്തിലാണോ എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ CPM പ്രതിരോധത്തിലല്ല. പ്രതിരോധത്തിലായിരുന്ന CPMനെ യഥാർത്ഥത്തിൽ ഒരു ഉത്തേജനം കൊടുത്തുയർത്തുകയാണ് ചെയ്തത് EDയുടെ റെയ്ഡ് എന്നതാണ് എൻ്റെ പക്ഷം. നമ്മൾ ഈ EDയെക്കുറിച്ച് ഇന്ന് മറ്റൊരു കാർട്ടൂൺ കണ്ടത്, ഇലക്ഷൻ ഡിപ്രഷനിലായി പോയ CPMന് ED ഒരു മരുന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്, ആൻറ്റി ഡിപ്രസൻ്റായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയല്ലേ നമ്മളിന്ന് കാണുന്നത്. താഴെത്തട്ട് മുതൽ കീഴ്ഘടകം മുതൽ മുകൾ തട്ട് വരെ ഉണ്ടായിരുന്ന ചർച്ചകൾ എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണം, വലിയ വീഴ്ച സംസ്ഥാന നേതൃത്വത്തിലുണ്ടായി എന്ന മട്ടിലുള്ള ചർച്ചകൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ചർച്ചകളെല്ലാം EDയിലേക്ക് കേന്ദ്രീകരിക്കുന്ന തലത്തിലേക്ക് മാറി. സഹ പാനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചത് ഞാൻ പറഞ്ഞതിനോടായതുകൊണ്ട് സ്മൃതി എന്ന് വിളിച്ച് പറയാൻ എന്താണ് അങ്ങേക്ക് തടസ്സം എനിക്കറിയില്ല. അല്ലല്ല, ഞാൻ അക്രമ സംഭവത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ ഞാൻ CPM മുമ്പ് നടത്തിയിട്ടുള്ള ഈ മോബിനെ ഉപയോഗിച്ചിട്ടുള്ള അക്രമത്തിന്റെ മറ്റു ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ EDയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളുടെ ഡീറ്റെയിൽസ് CPM എനിക്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഈ പറഞ്ഞ ടയർ കത്തിക്കുക ഉണ്ടായിട്ടുണ്ട്, ഓഫീസിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് ഇപ്പൊ ഈ പറയുന്ന ഈ ടാക്സി ഡ്രൈവറുടെ കണ്ണിൽ ഈ ചീളുകൾ തറച്ച് കൃഷ്ണമണിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ED വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനകത്ത് കൈയിട്ട്, അതായത് ചില്ല് പൊട്ടിച്ച് അകത്ത് കയറി ആക്രമിക്കുന്ന രൂപത്തിലായിരുന്നു മോബ് പ്രവർത്തിച്ചത്. അതും ഈ പറയുന്ന വാഹനങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധവും തമ്മിൽ താരതമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അങ്ങ് താരതമ്യം ചെയ്തു. കാർ കത്തിക്കുന്നത് ശരിയാണോ എന്നുള്ള അതിൽ ജീവൻ ആളുകളെ ഇതൊക്കെ പ്രതിഷേധ മാർഗമാണ്. ED ഓഫീസിലേക്ക് CPM ED ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തണമായിരുന്നു.
ഇ ഡി ഓഫീസിലേക്ക് ED ഡൽഹി ഓഫീസിലല്ല നടത്തും. പ്രതിഷേധം ഡൽഹി നടത്തി. നടത്തിയത്. ഇവിടെ ഇ ഡി പ്രതിഷേധം ഓഫീസിലേക്ക് നടത്തിയത് പ്രതിഷേധം നടത്തിയില്ല. ഇവിടെയല്ല. ഞാൻ സി പി എമ്മിന്റെ കാര്യം പറഞ്ഞത്. സി പി എം ഇന്നലെ ഇവിടെ കേരളത്തിലെ ഇ ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തണമായിരുന്നു. പകരം പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്ക് പോവുകയും അവിടെ നിന്നും ജോലി കഴിഞ്ഞു മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ അവരെ ഏൽപ്പിച്ച ജോലി അവർ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അവർക്ക് കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇ ഡി അന്വേഷണം ഇല്ലാതാകുന്നില്ല. സ്മൃതി, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ വിളിച്ച് ചോദ്യം ചെയ്തത് ഒരു ജോലി നിർവഹണം അല്ല, മാത്രമല്ല. ഞാൻ അതിനൊന്നും ഖണ്ഡിക്കുന്നില്ല. ഞാൻ മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ആ ചോദ്യം ചെയ്യൽ 50 മണിക്കൂർ നടക്കുമ്പോൾ ആ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടല്ല പ്രതിഷേധിക്കേണ്ടത്. അതല്ല അതിന്റെ പ്രതിഷേധ രീതി. പിന്നെ എന്തിനാണ് കോൺഗ്രസ് അവിടെ ഒരു സെക്കൻഡ് 2022 ജൂലൈ 22 ബാംഗ്ലൂരിൽ എൻഫോഴ്സ്മെന്റിന്റെ ശാന്തിനഗറിലെ റീജിയണൽ ഓഫീസിലെ കാറ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അതിക്രമിച്ച് കയറി കത്തിച്ചു. എന്നിട്ട് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പ്രതാപ് റെഡ്ഡി പ്രതികരണം എന്താ അറിയോ? സംഭവ സ്ഥലത്ത് വലിയ പോലീസ് സേന ഉണ്ടായിരുന്നു, അവരെ മറികടന്നാണ് ഇ ഡി ഓഫീസിൽ CCTV ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ വീഡിയോകൾ പരിശോധിച്ച് 11 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അല്ല, അതാണ് കാർ കത്തിക്കുന്നതും അക്രമമാണ്, കാറിന്റെ ചില്ല് തകർക്കുന്നതും അക്രമമാണ്. അക്കാര്യത്തിൽ നമുക്ക് ഒരു വേർതിരിവ് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് എനിക്ക് പറയാൻ കഴിയും. നോക്കൂ, ഇവിടെ എന്താണ് ഈ ചോദ്യം ഇതാണ്, CPM പ്രതിരോധത്തിലാകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താ മുഖ്യമന്ത്രിയുടെ മൗനം? പ്രതിരോധത്തിലാകുമ്പോഴാണല്ലോ നിങ്ങൾ മൗനം പാലിക്കുന്നത്. ഈ റെയ്ഡ് കഴിഞ്ഞ് ആ നിമിഷം ഇറങ്ങി വന്ന് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞില്ലേ, ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആർക്കായിരുന്നു പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നത്? രാഹുൽ ഗാന്ധിക്കായിരുന്നില്ലേ? എന്തിനാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? പൊളിറ്റിക്കലി ഇമ്മച്ചുറായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? രണ്ട് തരത്തിൽ പൊളിറ്റിക്കലായിട്ട് ഇമ്മച്ചുറായിട്ട് രാഹുൽ ഗാന്ധി പെരുമാറിയിട്ടുണ്ട്. ഒന്ന് മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? അന്ന് കോടതി വിധി വരുന്ന സമയത്ത്, ഈ ശിക്ഷിക്കപ്പെട്ടവർ പിന്നീട് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു ഓർഡിനൻസ് ഇങ്ങനെ എടുത്ത് ചീറിക്കളയുന്ന രീതിയാണ് കാണുന്നത്. അതിനുശേഷം ഇന്ത്യ മുന്നണിയിൽ ഒപ്പം നിൽക്കുന്നവരെ ഒറ്റിക്കൊടുക്കുന്ന പരിപാടിയല്ലേ രാഹുൽ ഗാന്ധി ചെയ്തത്? ആ ചോദ്യമാണെന്ന് പിണറായി വിജയൻ ചോദിച്ചത്, പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തൃപ്തിയായിട്ടുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യം അടക്കം നേരിടേണ്ട ആളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയല്ലേ? VD, മോഡി, ED ഈ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് CPM ഉയർത്തുന്ന ചോദ്യം. അതിനെതിരെ ഒരു വാക്ക് ശബ്ദിച്ചോ? 11 തവണ, ഒന്നല്ല 11 തവണ ചോദിച്ചു. അപ്പോഴും ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്താ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞത്? മാധ്യമപ്രവർത്തകരുടെ ഏത് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാൻ ഇവിടെ ഉണ്ടാവും, ഞാനങ്ങനെ നിങ്ങളെ കബളിപ്പിച്ചൊന്നും പറഞ്ഞ ആളല്ല, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നിങ്ങളോടായിരിക്കും ആദ്യം പറയുക. വൈ സർ? 11 തവണയായിട്ടും ഉത്തരം കിട്ടാത്തത് എന്താ? നാളെ ഇപ്പോൾ പത്രസമ്മേളനം ഉണ്ടെന്ന് പറയുക. അങ്ങനൊരു വാക്ക് പോലും മാധ്യമപ്രവർത്തകരോട് പറയാമായിരുന്നല്ലോ. അതിന് വിവിധ തലത്തിൽ ജഗതിയുടെ നവരസങ്ങൾക്കും അപ്പുറത്തേക്ക് 11 രസം ഇട്ടിരിക്കുകയാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി. എന്നിട്ട് ഇതുവരെയും ഒരു കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. അതിനിടയ്ക്ക് കെ മുരളീധരനാണ് ഇന്ന് അല്പമെങ്കിലും അതിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് അസ്ഥാനത്തായ റെയ്ഡാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരൻ മാത്രമാണ്. എന്നാണ് ആദ്യമായിട്ട് ലോൺ വാങ്ങുന്നത്? 6/8/2015 അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? 6/8/2015 ആദ്യത്തെ 25 ലക്ഷം രൂപ എംപവർ ഇന്ത്യ സൊല്യൂഷൻസ്, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന CMRന്റെ സബ്സിഡിയറി കമ്പനി ലോൺ കൊടുക്കുന്നത് 6/8/2015 അന്ന് വീണ തൈക്കണ്ടിക്ക് ലോൺ കൊടുക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല, അന്ന് ഉമ്മൻചാണ്ടിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നോക്കൂ, അപ്പോൾ ഈ വീണ വിജയന് ഈ ലോൺ കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യുപകാരം കിട്ടണമല്ലോ. പാർട്ടി സെക്രട്ടറിയായ CPMന്റെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനിൽ നിന്ന് എന്ത് പ്രത്യുപകാരമാണ് CMRൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക? അതറിയണമെങ്കിൽ CMRലുമായി ബന്ധപ്പെട്ടും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം അറിയണം. ഒരൊറ്റ പാർട്ടി മാത്രമേ ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് കരിമണൽ ഖനനം ചെയ്യാൻ അവകാശമുള്ളൂ, അല്ലെങ്കിൽ കരിമണൽ ഖനനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരെ സമരം ചെയ്ത പാർട്ടിയാണ് CPM. അന്ന് VM സുധീരൻ അടക്കമുള്ളവർ സ്വന്തം പാർട്ടിയിലെ തീരുമാനത്തെ എതിർത്തു. കരിമണൽ സ്വകാര്യ ലോബിക്ക് ഖനനം ചെയ്യാൻ വിട്ടുകൊടുക്കരുത് എന്ന നിലപാടായിരുന്നു VM സുധീരൻ്റേത്. ഒടുവിൽ CPM എടുത്ത നിലപാടെന്താ? CPM അന്നും ഇന്നും ഒറ്റ നിലപാടാണ് എടുത്തത്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിരിക്കണം കരിമണൽ ഖനനം. അതിനെതിരെ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി, CMRലിന് വേണ്ടി രാഷ്ട്രീയമായി അധികാര ദുർവിനിയോഗം നടത്തി കരിമണൽ ഖനനം സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുക്കാമെന്ന നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ CMRലിന്റെ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് പോലും, 1 രൂപയുടെ പോലും നിയമം വിട്ട ഒരു വഴിക്കും പാർട്ടി നീങ്ങിയിട്ടില്ല. പിണറായി വിജയന്റെ 10 വർഷക്കാലം നീങ്ങിയിട്ടില്ല. ഇതെവിടെയാണ് പൊളിഞ്ഞു പോകുന്നതെന്നറിയാമോ? ഇത് കൈക്കൂലി പണമാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹൈക്കോടതി വിധി നിങ്ങൾ ചലഞ്ച് ചെയ്യണം. ഹൈക്കോടതി വിധി നിങ്ങൾക്ക് ഇനി ചലഞ്ച് ചെയ്യാമല്ല. കാര്യം സുപ്രീം കോടതി വരെ പോയി അവിടെ നിന്ന് മാറ്റിക്കൊള്ളാൻ ഏറ്റ പ്രഹരം ചെറുതാണോ?
നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഇങ്ങോട്ട് വരരുതെന്ന് മാത്രമല്ല, ഇനി ഇതുമായിട്ട് വന്നാൽ 10 ലക്ഷം രൂപ നിങ്ങൾ കെട്ടിവെക്കേണ്ടി വരും എന്ന് മാത്യു കുഴൽനാടനോട് സുപ്രീം കോടതി പറയുക. അന്വേഷണം നടക്കട്ടെന്നേ, ഈ പറയുന്ന എല്ലാ നേതാക്കളും എല്ലാം കൊടുക്കട്ടെ. അല്ലല്ല, ഇഡിയെ ഞാൻ വിശ്വസിക്കില്ല. സ്മൃതിക്ക് വിശ്വസിച്ചോളൂ. 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമാവുകയും 0.05 മാത്രം കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഈ ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് വിശ്വാസം, ശശിധരൻ കർത്തയുടെ രീതികളെ കുറിച്ച് അങ്ങേക്ക് സംശയമാണല്ലോ? എനിക്കൊരു സംശയമില്ല. എനിക്ക് ശശിധരൻ കർത്തയെ കുറിച്ച് ഒരു സംശയമില്ല. ശശിധരൻ കർത്ത എന്ന് പറയുന്നത് വളരെ കൃത്യമായി രാഷ്ട്രീയ നേതാക്കൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക്, ഈ പറയുന്ന കേൾക്കൂ, മാധ്യമ പ്രവർത്തകർക്ക്, അമ്പലങ്ങൾക്ക് എന്ന പേരിൽ വ്യാജ കണക്കുകൾ ഉണ്ടാക്കുന്ന എനിക്കൊരു തർക്കമില്ല. അങ്ങനെയുള്ള ശശിധരൻ കർത്തയിൽ നിന്നും പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയന്റെ മകൾ എന്തിനാണ് വായ്പ വാങ്ങണമെന്നേ? ശരി, പാർട്ടി ഭയങ്കര നിലപാടല്ലേ? അപ്പൊ എങ്ങനെയാണ് ശശിധരൻ കർത്തയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ വായ്പ വാങ്ങുക? ബന്ധം എങ്ങനെയാണ്? ആ വായ്പയ്ക്ക് ശേഷം നിങ്ങൾ ആ പാർട്ടി സെക്രട്ടറിയോ, ആ പാർട്ടി സെക്രട്ടറി ഭരിച്ച 10 വർഷമോ, നമ്മൾക്കറിയാത്ത എന്തൊക്കെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കുന്ന, അപ്പോൾ തന്നെ കിട്ടുന്ന ഒരു തിരിച്ചു വരവല്ല. അത് നമ്മൾക്കറിയാത്ത എന്ത് തരം നേട്ടങ്ങൾ ഉണ്ടാകും നമുക്കറിയില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി അറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ അങ്ങനെ മറുപടി ഉണ്ടോ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഈ കേസിൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്ന ഒരു വാദം മാത്രമേ എനിക്കുള്ളൂ. വീണ കൈക്കണ്ടിയിൽ ഇക്കാര്യത്തിൽ പ്രതിയായി എന്ന പൂർണ്ണമായും കുറ്റവാളിയാണ് എന്ന രൂപത്തിലൊരു കൺക്ലൂഷനിലേക്കൊന്നും ഞാൻ വരുന്നില്ല. സ്മൃതി ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടല്ലോ, സ്മൃതി അടയ്ക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഇതുവരെ സേവനം തന്നിട്ടില്ലെങ്കിലോ ആ സേവനം ഇല്ലേ? നിങ്ങൾ എപ്പോഴാണ് ഇൻഷുറൻസ് അടയ്ക്കുന്നത്? എപ്പോഴാണ് AMC നിങ്ങൾ കോൺട്രാക്ട് ചെയ്യുക? AMC ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന കെട്ടിടത്തിന് പോലും ഇവിടുത്തെ സോഫ്റ്റ്വെയറിന്, ഇവിടുത്തെ എക്യുപ്മെന്റ്സിന് AMC കൊടുക്കുന്നത് ഇതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ ഇതിൻ്റെ മെയിൻ്റനൻസ് ആവശ്യമായി വരുന്ന ഘട്ടത്തിലോ നിങ്ങൾ തേർഡ് പാർട്ടി സൊല്യൂഷൻ എടുക്കും. അത് ഏത് കമ്പനി ആണെങ്കിലും എടുക്കും. ഈ ടാക്സ് അടച്ചു എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വാദമായി ഉയർത്താൻ നിങ്ങൾക്ക് പറയൂ. CMRLന്റെ പണത്തിന്റെ ഒരു ഭാഗം ഇൻഎക്സസീവ് ആയിട്ട് കൊടുത്തു. അതുമൂലം എന്ത് സംഭവിച്ചു? CMRL കിട്ടേണ്ട ലാഭം കുറച്ച് കാണിച്ചു. ഈ പറയുന്ന വീണ തൈക്കണ്ടിക്ക് കിട്ടുക ഈ എക്സസീവ് എമൗണ്ട് കൊടുക്കുമ്പോൾ CMRL കൊടുത്തു. അപ്പൊ CMRL നഷ്ടമുണ്ടായി, അതിന് ഡയറക്ടർ ബോർഡിന് നഷ്ടമുണ്ടായി എന്നുള്ളതാണല്ലോ കേസ്. ആ കേസിൽ എങ്ങനെയാണ് കള്ളപ്പണം വരിക എന്ന് സ്മൃതി ഒന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ രേഖാമൂലം എഴുതിയ എഗ്രിമെന്റ് ആണല്ലോ. രേഖാമൂലം ഇല്ലാതെ കുഞ്ഞാലിക്കുട്ടിയും രേഖാമൂലം ഇല്ലാതെ ഫണ്ടിന് വാങ്ങിയെന്ന് അവർ പറഞ്ഞതും അത് അന്വേഷിക്കട്ടെ. അതിലെ PVയും അന്വേഷിക്കട്ടെ, PVയും KKയും എല്ലാം അന്വേഷിക്കട്ടെ. ജോലി ചെയ്യാൻ എന്താ ഇടിക്ക് ബുദ്ധിമുട്ട്? PVയിലേക്ക് എങ്ങനെ വരും? വരുമല്ലോ. അല്ല, PVയിലേക്ക് വരും. RCയിലേക്ക് വരുന്ന പോലെ PVയിലേക്ക് വരുന്നു. PV സംബന്ധിച്ചിട്ടില്ലല്ലോ. PV സംബന്ധിച്ചില്ലെങ്കിൽ അതാണ് സത്യം. സുപ്രീം കോടതി കുടിക്കണ്ട. സ്മൃതിക്ക് സുപ്രീം കോടതി പറഞ്ഞതിൽ വിശ്വാസമില്ല. അന്വേഷിക്കാവുന്നത് ഒരു പ്രെഡിക്കമെന്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുമ്പിൽ ഒരു ഒഫൻസ് രജിസ്റ്റർ ചെയ്യുകയും ആ ഒഫൻസിന്റെ ഭാഗമായി ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടെന്ന് തെളിയിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടിക്ക് വരാം. ഇവിടെ 182 കേക്കു സാർ 182 കോടിയിൽ ഈ ശശിധരൻ കർത്ത ബിനാമി പേരുകളിൽ നടത്തിയ ഇടപാടുകളാണ് ഇതിലെ 99%. ശരിയല്ലേ? 99%. 182 കോടിയിൽ ബിനാമി പേരുകളിൽ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടും മറ്റ് സാധനങ്ങൾ വാങ്ങിയതിലും നടത്തിയ തട്ടിപ്പാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് 1.72 ലോൺ വാങ്ങിയതടക്കമുള്ള 2.78 എന്ന് പറഞ്ഞാൽ മൊത്തമുള്ളതിന്റെ 2% പോലും വരില്ലെന്നർത്ഥം. ഇതാണ് എടുത്ത് പ്രൊജക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള 98% അവിടെ കിടക്കുന്നു. ആർക്കും തർക്കമില്ല. ഇതൊരു പൊളിറ്റിക്കലായ വേട്ടയാണെന്നും ആ പൊളിറ്റിക്കലായ വേട്ടയിൽ CPM ഇപ്പോൾ ഉയിർപ്പ് കൊടുക്കുകയാണ് ഈട് ചെയ്തതെന്നുമാണ് എന്റെ വാദം.